വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 116 മുതൽ 122 വരെയുള്ള സൂക്തങ്ങൾ. ആ പ്രമാണിമാർ നോഹിനോട് പറഞ്ഞു, നീ ഈ ദൗത്യത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ നോഹി തൻ്റെ നാഥനോട് ബോധിപ്പിക്കുകയാണ്, എൻ്റെ ജനത എന്നെ നിഷേധിച്ചിരിക്കുന്നു, ധിക്കരിച്ചിരിക്കുന്നു. നാഥ, എനിക്കും അവർക്കുമിടയിൽ ഒരു ഖണ്ഡിതമായ തീരുമാനമെടുക്കണമേ. എന്നെയും എൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും നീ രക്ഷിക്കണമേ. അങ്ങനെ നാം അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും നിറഞ്ഞ കപ്പലിൽ രക്ഷിക്കുകയുണ്ടായി. ബാക്കിയുള്ളവരെയൊക്കെയും നാം പ്രളയത്തിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും ഈ ചരിത്രത്തിൽ ജനങ്ങൾക്ക് ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ ജനങ്ങളുടെ അധികവും വിശ്വാസികളായി മാറുന്നില്ല. നിന്റെ നാഥൻ അജയ്യനും കരുണാമയനുമാണ്. അന്നാട്ടിലെ വരേണ്യവർഗം പ്രവാചകൻ നോഹിനെതിരിൽ പല ഭീഷണികളും മുഴക്കിക്കൊണ്ടിരുന്നു. അവസാനം അവർ ഈ ഏകദൈവത്വ പ്രചാരണത്തിൽ നിന്നും വിരമിച്ചിട്ടില്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നുകളയുമെന്ന ഭീഷണിയും മുഴക്കി. നൂഹ് നബി 950 വർഷക്കാലത്തോളം തൻ്റെ പ്രബോധന ദൗത്യം നിർവഹിച്ചിട്ടും താഴ്ന്ന ജാതിയിൽപ്പെട്ട തുച്ഛം പേരല്ലാതെ അദ്ദേഹത്തിൻ്റെ ആദർശം അംഗീകരിക്കാൻ തയ്യാറായില്ല. വരേണ്യവർഗം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിനെതിരിൽ രംഗത്ത് വന്നു. അങ്ങനെ നൂഹിനെയും കൂട്ടരെയും കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള പദ്ധതിയിട്ടു. ആ ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നൂഹ് എന്ന ഒരു പ്രത്യേക അധ്യായം തന്നെയുണ്ടല്ലോ. ആ അധ്യായത്തിൽ 26-27 സൂക്തങ്ങളിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. നാഥ, ഈ ധിക്കാരികളെ ഇനിയും നാട്ടിൽ വെച്ച് പൊറിപ്പിക്കരുതേ. അവരെ ഇതേ നിരക്ക് നീ വിടുകയാണെങ്കിൽ അവർ നിൻ്റെ ദാസന്മാരെ മുഴുവനും വഴിതെറ്റിക്കും. അവരുടെ വംശത്തിൽ ജനിക്കുന്നവരൊക്കെയും ദുഷ്ടന്മാരും കടുത്ത നിഷേധികളുമായിട്ട് മാറും. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും വിശ്വാസികളായി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരികയും ചെയ്യണമേ. ധിക്കാരികൾക്ക് നാശമല്ലാതെ മറ്റൊന്നും നൽകരുതേ. ഈ പ്രാർത്ഥനയുടെ ഫലമായി നൂഹിനോട് ദൈവം ഒരു കപ്പലുണ്ടാക്കാൻ കൽപ്പിക്കുകയും കപ്പലിൻ്റെ പണി പൂർത്തിയാകുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് ഒരു മഹാപ്രളയം ആ നാടിനെ ഒന്നടങ്കം ബാധിക്കുകയും നൂഹും അനുയായികളും ആ കപ്പലിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ആ ചരിത്രമൊക്കെ ഖുർആനിൽ വിശദമായി വിവിധ അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിലൂടെ മാനവ സമൂഹത്തിന് ഒരു മഹത്തായ സന്ദേശമാണ് നൽകപ്പെടുന്നത്. അതായത് ദൈവധിക്കാരികളും പ്രവാചക നിഷേധികളുമായ ഏതൊരു സമൂഹത്തിനും ഇത്തരത്തിലുള്ള ദൈവിക ശിക്ഷകളൊക്കെ വന്ന് ആപതിക്കുക തന്നെ ചെയ്യും. ഇതേപോലെ അക്രമവും അനീതിയും കൈമുതലാക്കിയ ജനസമൂഹങ്ങളെ ഒന്നാകെ നശിപ്പിച്ച ചരിത്രം ഖുർആനിൽ വേറെയും വിവരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അതൊക്കെ? ജനങ്ങൾ അതിലൂടെ പാഠം പഠിച്ച് നന്നായി തീരുവാൻ വേണ്ടി മാത്രമാണ്.